ചാരായം ഒന്നിച്ചിരി വീട്ടിൽ വെച്ച നല്ല സാധനമല്ലേ ഇത്? പഴങ്ങളിട്ട് എടുത്ത സാധനമാ ഇത്. ഇവിടെ ഇച്ചിരി നേരം കുറച്ചൊന്ന് നേരം വെക്കാവോ? പോയിട്ട് വന്നിങ്ങ് എടുത്തോളാം. ഇത് മറ്റേ പഴച്ചാറൊക്കെ ഇട്ടിട്ടുള്ള മറ്റേ ഐഫോണിന്റെ ഒക്കെ ബാറ്ററി ഇട്ടിട്ട് നമ്മൾ ചെയ്തെടുത്തൊരു സാധനമാണ്. ഇതിന് ഏകദേശം ഒരു 19,000 രൂപ വില വരുന്നതാ. അല്ലെ, അകത്തങ്ങനെ സ്ഥലം ഞാൻ നോക്കാം. ചില വൃത്തികെട്ട ഒരു വാറ്റം എന്നൊക്കെ പറയും, ചാരായം എന്നൊക്കെ. അല്ല, കാശ് തരാം ഇവിടെ വെക്കുന്നതിന്. ഒരു 500 രൂപ തരാം, 1000 തരാം, 1500 രൂപ തരാം, 2000 രൂപ തരാം. ലക്ഷങ്ങൾ തന്നാലും എനിക്ക് വേണ്ട. വേണം ഇച്ചി കുടിച്ചു നോക്കുന്ന നല്ലതാ. മണം നല്ല നല്ല മണൊടിച്ചിട്ട് കറങ്ങി. അമ്മ ശുദ്ധമായ അണ്ടിപ്പരിപ്പും ബദാമും പല്ലിക്കാട്ടം ഒക്കെ ഇട്ട് ഉണ്ടാക്കിയ സാധനമാ. എന്നെ കൂടെ കയറ്റാവത്തോട്ട്. ഇത് അകത്ത് വെക്കാം, അകത്ത് വെക്കാം. കാരണം ആ വളവി പോലീസുകാർ നിൽക്കുന്നത് പ്രശ്നം. അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വിളിക്കരുത്, പോലീസിനെ വിളിക്കണ്ട. ഞാൻ വിളിക്കാം പോലീസിനെ. കൊണ്ടുവരാൻ തരും കേട്ടോ. കാര്യമൊക്കെ കാര്യമാ. 5 മിനിറ്റ് ഞാൻ വരും പിള്ളേർ. 5 മിനിറ്റ് എടുക്കുവോ? അപ്പൊ അതിനു മുമ്പ് വെച്ചിട്ട് നമുക്ക് വീട്ടിനകത്ത് കയറി വെക്കാം. ചിലപ്പോ അത്തലിരിക്കും, ഞാൻ എടുത്ത് പുറന്നിടുക അടിക്കും കേട്ടോ. നീ പൈസയും കൊണ്ട് പോയി. എനിക്ക് പൈസ തരാം ഞാൻ കാശ്. എനിക്ക് വേണ്ട, എനിക്ക് പൈസ ഒന്നും വേണ്ട. ചാരായം ഒന്നിച്ചിരി വീട്ടിൽ വെച്ച നല്ല സാധനമല്ലേ ഇത്? പഴങ്ങളിട്ട് എടുത്ത സാധനമാ. ഞാൻ ചാനലിൽ നിന്ന് വരുവാ. മൈക്ക് പല വീടുകളിലും ഇങ്ങനെ ഓരോരുത്തർ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്നറിയാം. ചാനലിൽ നിന്ന് വന്നതാ. അമ്മയുടെ മുഖം അടിച്ചു നമുക്ക് ചിരി വരുന്നത്. അല്ലാതെ ഞങ്ങൾ ദേഷ്യം പിടിച്ചോ? ഇത് പച്ചവെള്ളമായത്. അമ്മയ്ക്ക് നമുക്കൊരു സമ്മാനം കൊടുക്കണം. ഈ സമ്മാനം സ്വീകരിക്കാവോ? ഇത് പിടിക്ക്. അമ്മ സ്നേഹത്തോടെ മോൻ തരുന്നോട്ട് പിടി. കാശ് മേടിക്കത്തില്ലേ? ഓക്കെ, നമുക്ക് ഈ സമ്മാനം സ്വീകരിക്കാമല്ലോ. സന്തോഷമായോ? സന്തോഷം. താണ്ടെ ബോംബൊന്നുമല്ല. താണ്ടെ സന്തോഷമുണ്ടോ വിഷമമുണ്ട് കലിയുണ്ട്. എനിക്ക് ചില ഇതിന്റെ മുഖത്ത് നോക്കിയപ്പോ എനിക്ക് അടിക്കാൻ തോന്നുന്നില്ല. അല്ലെ സത്യമായിട്ട് ഞാൻ അടിച്ചനെ. എന്റെ കൊച്ചുമക്കളെ അടിക്കുന്ന അടിയല്ലോ എന്ന് മനസ്സിൽ ഹൃദയത്തിൽ വരുന്നത്. ഞാൻ അല്ലെങ്കിൽ നല്ല. എന്റെ പേര് അൽത്താഫ് എന്നാ. ഞാൻ ഓച്ചിറന്ന് വരുവാ. കിളവിയുടെ ഫോട്ടോ എടുത്ത്. കിളവി എന്ത് സുന്ദരിയാന്ന് പറഞ്ഞാ? പല്ലില്ലേലെന്താ ചിരിക്കാത്തോണ്ട് സൗന്ദര്യം? വേണ്ട വേണ്ട, എന്റെ കൊച്ചുമ്മനൊന്നും പറയണ്ട. അപ്പൊ ഓക്കെ, നിങ്ങളെല്ലാം ഫോളോ ചെയ്തു. ഇങ്ങടുത്ത് വരും. സ്മെൽ ടോപ്പ് വെട്ടിയിട്ടാലും പൊട്ടിമുളക്കണം. ഇങ്ങനെ ആയിരിക്കണം സാമൂഹിക പ്രതിബദ്ധതയുള്ള. കള്ളത്തിനെതിരെ എത്ര കാശ് എന്നാലും നോ പറയുന്ന ആളുകൾ നമുക്ക് വേണം. ഓക്കെ, സ്മെൽ ടോപ്പ് വെട്ടിയിട്ടാലും പൊട്ടിമുളക്കണം.